അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ അറഫ ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഏവരും നിലകൊള്ളുന്നത്. ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഗൾഫ് നാടുകളിൽ, സൗദി അറേബ്യ പോലുള്ള പ്രവാസ ലോകങ്ങളിൽ, അതുപോലെ മക്ക മദീന നിലകൊള്ളുന്ന സൗദി അറേബ്യയിൽ ദുൽഹിജ്ജ 9 ഇന്നത്തെ ദിവസമാണ്. നമുക്കറിയാം, നാളെയാണ് ഇവിടെ ഞായറാഴ്ച ദിവസം കേരളത്തിൽ ദുൽഹിജ്ജ 9 ഉള്ളത്. ഇതിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാം. ഉസ്താദേ, ദുൽഹിജ്ജ 9 അറഫ നോമ്പാണല്ലോ, ആ അറഫ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന ഹാജിമാര് അറഫയിൽ നിൽക്കുന്ന ആ ദിവസത്തിലല്ലേ നാമും ഇവിടെ നോമ്പ് പിടിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് 9 നമുക്ക് ഇവിടെ അറഫ നോമ്പാണ്. അന്നാണ് നമുക്ക് ഇവിടെ അറഫ നോമ്പ്. ഇനി സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 8ഉം 9ഉം കൂടി നോമ്പ് പിടിക്കാവുന്നതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു സംശയം മനസ്സിലായി. നമുക്ക് ഏതായാലും ഇൻഷാ അല്ലാഹ് അറഫ നോമ്പിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കാം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്ന രാവാണ് ഈ അറഫ നോമ്പിന്റെ രാവ്, അതായത് ഇന്നത്തെ ദിവസം രാത്രി എന്നുള്ളത്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിന് കൊടുക്കേണ്ട ആ ഒരു പരിഗണന നമ്മൾ ഈ ഒരു രാവിന് കൊടുക്കേണ്ടതുണ്ട്. പരിപൂർണമായ ഇബാദത്തിൽ മുഴുകാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പരിപൂർണ്ണ നിസ്കാരത്തിൽ ഏർപ്പെട്ട് മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്ത് അദ്കാറുകളും സ്വലാത്തുകളും ഔറാദുകളുമായിട്ടൊക്കെ ഇന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാൻ കഴിഞ്ഞാൽ അത്രയും ഹൈറാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായും 7 പ്രതിഫലങ്ങളാണ് അറഫ നോമ്പ് പിടിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ 7 പ്രതിഫലങ്ങളാണ് ഈ വീഡിയോയിൽ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ പ്രതിഫലം, ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമല്ലോ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുകയും ഖബറിൽ നിന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുന്ന ഒരു 3 വിഭാഗം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു വിഭാഗം ആളുകൾ ഏതാണ്? അത് ഈ അറഫ നോമ്പ് പിടിച്ചവരാണ്. അള്ളാഹു നമുക്ക് പരിപൂർണമായ കൂലി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുമത്രേ. യാ അല്ലാഹ്, അത്രയേറെ വലിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രതിഫലം, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു സംഭവമുണ്ട്. സ്വർഗത്തിലെ കൊട്ടാരം ലഭിക്കും ആയിഷ. സ്വർഗത്തിലെ മുത്തും മാണിക്യവും സ്വർണവും കൊണ്ടുണ്ടാക്കുന്ന കൊട്ടാരം ലഭിക്കും. ആർക്കാണ് യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അത് ഈ ദിവസത്തിലെ നോമ്പ് പിടിക്കുന്ന ആളുകൾക്കാണ് ആയിഷ എന്ന മഹദിയായ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് രണ്ടാമത്തെ പ്രതിഫലം. മൂന്നാമത്തെ പ്രതിഫലം, പ്രിയപ്പെട്ടവരെ, അറഫ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 30 നന്മയുടെ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. അതുപോലെ 30 തിന്മയുടെ കവാടങ്ങൾ അവൻ അല്ലാഹു അടച്ചു കളയുന്നതുമാണ്. 30 നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും 30 തിന്മയുടെ കവാടങ്ങൾ അല്ലാഹു അടച്ചു കളയുകയും ചെയ്യുന്ന പരിശുദ്ധമായ നോമ്പ്. ഇനി നാലാമത്തെ പ്രതിഫലം, അറഫ നോമ്പ് പിടിച്ചുകൊണ്ട് ആ നോമ്പ് മുറിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ ഞരമ്പുകളും അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. അവന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കും. അറഫ നോമ്പ് പിടിച്ച ശരീരമാണ് റബ്ബേ, നീ പുറത്തു കൊടുക്കണമേ എന്ന രീതിയിൽ അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ ഞരമ്പുകളും റബ്ബിനോട് ഇവന് വേണ്ടി പാപമോചനത്തെ ചോദിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ പ്രതിഫലം, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം അറഫ നോമ്പ് പിടിക്കുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആറാമത്തെ പ്രതിഫലം, മഹദിയായ ആയിഷ ബീവിയോട് മുത്തു ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആയിഷ, ഈ ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അള്ളാഹു പുറത്തു തരുന്നതാണ്. ഇത് പിടിക്കുന്ന മനുഷ്യനെ, ഈ അറഫ ദിവസത്തെ നോമ്പ് പിടിക്കുന്ന മനുഷ്യനെ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുകയും ഇനി വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപവും പടച്ചറബ് പുറത്തു തരികയും ചെയ്യും. അതാണ് ആറാമത്തെ പ്രതിഫലം. ഏഴാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ? അറഫ ദിവസത്തിലെ ഒരൊറ്റ നോമ്പെടുത്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, 1000 ദിവസം നോമ്പെടുത്ത് എത്ര പ്രതിഫലമാണോ ഒരു മനുഷ്യന് ലഭിക്കുന്നത്, അത്രയേറെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അറഫയല്ലാത്ത മറ്റു
ദിവസം സാധാരണ ഒരു സുന്നത്ത് നോമ്പ് ഒരാൾ എടുക്കുമ്പോൾ അള്ളാഹു എത്ര പ്രതിഫലമാണോ കൊടുക്കുന്നത്, അത്രയും പ്രതിഫലം അറഫ ദിവസത്തിൽ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യന് ആ സുന്നത്ത് നോമ്പിന്റെ 1000 സുന്നത്ത് നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ ദിവസം അറഫ ദിവസത്തെ നോമ്പാണ് പ്രിയപ്പെട്ടവരെ. ഇൻഷാ അള്ളാഹ് എല്ലാവരും മുടക്കാതെ, രോഗികളൊന്നും പിടിക്കേണ്ട, ശരീരത്തിന് ആഫിയത്തില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഒന്നും പിടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. കാരണം നമ്മുടെ മതം എന്ന് പറയുന്നത് അത് വളരെ സരളമാണ്, ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗം പിടിച്ച് കിടക്കുന്ന ആളുകളും അങ്ങനെ ശയ്യയിൽ കിടക്കുന്ന ആളുകളൊന്നും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നോമ്പ് പിടിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. ആ ശരീരത്തിന് ആഫിയത്ത് അത് കുറയ്ക്കുകയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ആഫിയത്തുള്ള എല്ലാവരും, കഴിവുള്ള എല്ലാവരും ഈ നോമ്പ് ഇൻഷാ അള്ളാഹ് പിടിക്കുക. ഇത്രയും പ്രതിഫലങ്ങൾ മനസ്സിൽ കരുതിയിട്ട് പിടിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്ക് ഈ നോമ്പിൻ്റെ രുചി നമുക്കറിയാൻ പറ്റും. ഈ നോമ്പിൻ്റെ ഒരു അനുഭൂതിയുണ്ട്, സുഖമുണ്ട്, രസമുണ്ട്. അത് നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ 7 പ്രതിഫലങ്ങളും മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവേ ഈ പ്രതിഫലം എനിക്ക് വേണം റബ്ബേ എന്ന ആത്മാർത്ഥതയോടുകൂടെയുള്ള ദുആയോടെ ഇൻഷാ അള്ളാഹ് നിങ്ങൾ പിടിക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരുപാട് പേരാണ് ദുആ വസിയത്തുകൾ അറിയിക്കുന്നത്. അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും വ്യസനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ കൊണ്ട് വലയുന്നവർ അള്ളാഹു ആ കടം വീട്ടാനുള്ള ഹലാലായ സമ്പത്ത് എത്തിച്ചു കൊടുക്കട്ടെ. ലോണിൽ കുടുങ്ങിപ്പോയവർ, പലിശയിൽ പെട്ടുപോയവർ അള്ളാഹു അതിൽ നിന്ന് കരകയറ്റി ഹലാലായ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ നിർത്തട്ടു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.